സംസ്ഥാന സർക്കാരിന് മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു പോലും. അതുകൊണ്ട് ആകെ ഉണ്ടായിരുന്ന ഡ്രൈ ഡേ കൂടി എടുത്തു മാറ്റാനാണ് നീക്കം. മദ്യം വാങ്ങി സർക്കാരിനെ താങ്ങി നിർത്തുന്നവർക്കും അവരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവരുടെ വേണ്ടപ്പെട്ടവർക്കും ഇതിലെന്താണെന്ന് പറയാനുള്ളത് നോക്കാം. സംസ്ഥാനത്ത് ആകെ ഒരു ദിവസം ഡ്രൈ ഡേ ഉണ്ടായിരുന്നല്ലോ, 1-ാം തീയതി. അത് എടുത്തു മാറ്റാൻ പോവാണ്. അത് എല്ലാ ദിവസവും കൊടുക്കാൻ. അത് റേഷൻ കട വഴി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. ഇത് രാത്രി തുറന്നു വെച്ചാൽ നമുക്ക് വേണ്ട മേടിച്ച് കുടിച്ചോളും. സർക്കാർ ഒരു സൗകര്യം കൊടുത്തിട്ട് 24 ആക്കട്ടെ. പ്രായമുള്ള ആൾക്കാർ കുടിയും കഴിഞ്ഞ് വീട്ടിൽ ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. ഭാര്യമാരെയൊക്കെ ഇട്ട് തല്ലി കൊല്ലിയല്ലേ ചെയ്യണത്. സർക്കാരിന്റെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മദ്യം ഇല്ലാണ്ടിരുന്ന നമ്മുടെ നാട്ടിൽ നല്ലത്. മദ്യം കൊണ്ടാണ്, മദ്യം ലോട്ടറിയാണ് നമ്മുടെ ഒരു പ്രധാന വരുമാന മാർഗം എന്നും പറയുന്നത്. നിർത്തിയിട്ടും കാര്യമില്ല, കുറച്ചിട്ടും കാര്യമില്ല. നിർത്താതെ ഇരിക്കുകയാണെങ്കിൽ സർക്കാരിന് കുറേ കാശ് കിട്ടും. നിർത്തിയാൽ സർക്കാരിന് നഷ്ടം വരും. ഏത് മുടക്കോസവും നല്ല ലാവിഷായിട്ട് സാധനം നമ്മുടെ ഇവിടെ കിട്ടാനുണ്ട്. അപ്പൊ അത് എടുത്തുകൊണ്ട് മാറ്റിക്കൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകണമെന്നില്ല. സർക്കാരിന് പ്രത്യേകിച്ച് ഒരു ലാഭം കൂടി, അല്ലാതെ നഷ്ടവും. അതേ ഉള്ളൂ. എന്റെ പൊന്നെ കിട്ടണ്ട, 1-ാം തീയതി തൊട്ട് ഇല്ലാതിരിക്കാന്ന് നല്ലത്. അത് മുഴുവൻ ഇല്ലാതാക്കണം. ഗവൺമെന്റിന് കാശ് കിട്ടി എന്ത് കാണിക്കാനാ, എന്തിനാ? പിന്നെ ഇത് ഗവൺമെന്റിന്റെ ആനുകൂല്യം ഇല്ലാതെയാകണ പരിപാടിയാണ്. പക്ഷെ എന്നാലും ഒരു നിയന്ത്രണം കൊടുക്കുക. സർക്കാർ അത് പൊടിക്കാലും അന്നത്തെ ദിവസം ബ്ലാക്കിൽ ആ സാധനം അവർക്ക് കിട്ടും. അപ്പൊ പിന്നെ തുറക്കില്ലല്ലേ നല്ലത്. ഇത് 1-ാം തീയതി എന്ന് പറഞ്ഞ ദിവസം അവർക്ക് കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് പല സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒരു തരത്തിൽ കുറയ്ക്കുമായിരിക്കും. അത് നല്ല വിജയമായിരിക്കും. 1-ാം തീയതി നിർത്താതിരിക്കുന്നതാണ് നല്ലത്. ദാറ്റ്സ് ബെറ്റർ. ഡ്രൈ ഡേ ആക്കണം, അന്നെങ്കിൽ പ്രശ്നം എടുക്കുക. അന്നാണ് കൂടുതൽ ആൾക്കാർ കുടിക്കുന്നത്. പിൻവലിക്കാൻ നല്ലതാണ്. കാരണം അല്ലെങ്കിൽ ഈ ബ്ലാക്കിൽ മദ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ബിസിനസ് നടത്തി ഇരട്ടി പൈസ. ഇവിടെ 400 രൂപ ഒരു സാധനത്തിന് അവർ 800 രൂപ. പിന്നെ മദ്യം 2 കഴിക്കുന്നവന് വീണ്ടും ഒരു ആക്രാന്തം വരും. ആക്രാന്തം വരുമ്പോൾ പിന്നെ അവൻ 900-1000 രൂപ ഇത് മേടിക്കും. ഞാൻ പറഞ്ഞത് വർഷത്തിലൊരിക്കൽ ഒരു ഗ്ലാസ് കൊടുത്താലും കുഴപ്പമില്ല. നിർത്തലാക്കണയാണ് നല്ലത്. എന്ന് വെച്ചാൽ ആളുകൾ വെപ്രാളം കയറി പെണ്ണുങ്ങളും കൂടി തുടങ്ങിയല്ല. എന്ന് വെച്ചാൽ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേണ്ട. ആ ഒരു ദിവസം അങ്ങ് പോട്ടെ. അതിന്റെ ലാഭം വേണ്ട അവർക്കല്ലേ. വരുവാണെങ്കിൽ 1-ാം തീയതി കൊണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഓരോ അവധിയും നല്ലതാണെന്നാണ് ചിന്തിക്കുന്നത്. ആൾക്കാർ ബ്ലാക്ക് വിറ്റ് കാശാക്കത്തില്ലല്ലോ. 1-ാം തീയതി എല്ലാ ദിവസവും കിട്ടണം, അത്രേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം അതേ ഉള്ളൂ. ഡ്രൈ ഡേയിൽ കൂടി ഇനി മദ്യം കിട്ടുന്നറിഞ്ഞപ്പോൾ 100 വാട്ട് ബൾബ് കത്തിച്ചു വെച്ച പോലെ മുഖത്ത് പുഞ്ചിരി വിടർന്നവരുണ്ട്. ഇനി ആ ദിവസം കൂടി ഇവരെയൊക്കെ സഹിക്കണ്ടേ എന്നോർത്ത് ദയനീയ നോട്ടം നോക്കിയവരുമുണ്ട്. വർഷത്തിൽ 12 ദിവസത്തെ ഡ്രൈ ഡേ എടുത്തു മാറ്റിയതുകൊണ്ട് സർക്കാരിന് എത്രത്തോളം വരുമാനം കൂടുമെന്ന് നമുക്ക് കണ്ടറിയാം. വീഡിയോ ജേർണലിസ്റ്റ് ഫൈസൽ VS-നൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.